അതൊന്നും മണേ എന്താ പരിപാടി എന്നല്ലേ, ഇതാണ് ഇന്നത്തെ പരിപാടി. ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ ചേട്ടൻ. കാരണം ഞാനൊരു ചിക്കൻ കബാബ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു, പക്ഷേ 2 പാർസൽ ബിരിയാണിയാണ് മേടിച്ചിട്ട് വന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ബിരിയാണി കഴിക്കാത്തവർ ആരും ഉണ്ടാവില്ല. പക്ഷേ 1 ഇയറായി ഞാൻ ബിരിയാണി കഴിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക, പക്ഷേ സത്യമാണ്, നമ്മുടെ സ്വത്തുണ്ടായതിന് ശേഷം ഞാൻ ബിരിയാണിയെ കഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വാരി വലിച്ചങ്ങോട്ട് കഴിക്കുകയാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഓണം ആസ്വദിച്ച് കഴിക്കണ്ട ഞാനും. ചായ ആയാലും പിന്നെ എന്ത് ഭക്ഷണമായാലും നന്നായി രുചി ഞങ്ങളുടെ നാക്കിൽ നന്നായി തട്ടിയിട്ട് നല്ല ആസ്വദിച്ച് സമാധാനത്തോടെ കഴിക്കും. പക്ഷേ ബിരിയാണി കിട്ടിയപ്പോൾ എൻ്റെ സ്വയം അങ്ങോട്ട് മറന്ന് ഞാൻ കഴിക്കുകയാണ്. പക്ഷേ ബിരിയാണി എല്ലാം നമ്മുടെ ഐറ്റം, നമ്മുടെ സ്പെഷ്യൽ, നമ്മുടെ ചിക്കൻ കബാബ്, അതും ലെഗ് പീസ് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു എനിക്കിത് സത്യം പറഞ്ഞാൽ ഈ ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്താണ്, വട്ടാണെന്നൊക്കെ പറയില്ല. അതിന് അത് കഴിച്ച് ബിരിയാണി കഴിച്ചിട്ട് ഒരു ലെഗ് പീസ് കഴിക്കും. പക്ഷെ ഞാൻ ചേട്ടൻ്റെ പ്ലേറ്റിലും ഞാൻ കൈയിട്ടെടുക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ഇതുള്ള കാരണം ഞാനിപ്പോൾ വിട്ടേക്കുകയാണ്. ഞാൻ അത് കഴിച്ചിട്ട് പിന്നെയും ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. അതും പോരാത്തത് ലാസ്റ്റ് ഈ അവസ്ഥയിലാവും. ഈ എല്ലാം ആയിട്ട് ഇത് കളയും നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇല്ല, ഇതിലും ഞാൻ കടിച്ച് മുറിച്ച് അതിലും കഴിക്കും. പൊടിയായിട്ട് ഇതിലും ബാക്കി വയ്ക്കില്ല. അപ്പം ഞാൻ എൻ്റെ ഭക്ഷണം ഇങ്ങനെയാണ് ഞാൻ കഴിക്കാറ്. നിങ്ങളും ഇതുപോലുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.